മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിവാദവും കേസുമൊക്കെ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൽ അസ്വസ്ഥപ്പെടുന്ന ഭരണപക്ഷത്തെയും അതേസമയം തന്നെ ആഞ്ഞടിക്കാനുള്ള പ്രതിപക്ഷത്തെയും ഒക്കെ നമ്മൾ കാണുകയാണ്. CMR എക്സാലോജിക് ഇടപാടിലെ SFIO റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് EDക്ക് കിട്ടിയില്ല എന്നതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 54 പേപ്പർ ബുക്കുകളിലുള്ള മൊഴികൾ പകർപ്പെടുത്ത് നൽകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നാണ് വിചാരണ കോടതിയുടെ നിലപാട്. ഫോട്ടോസ്റ്റാറ്റ് മെഷീനും ഉദ്യോഗസ്ഥരെയും എത്തിച്ച് പകർപ്പെടുക്കാൻ അനുവദിക്കണമെന്ന EDയുടെ ആവശ്യം വിചാരണ കോടതി തള്ളുകയും ചെയ്തു. ബിനിലാണ് വിവരങ്ങളുമായി ചെന്നത്. ബിനിൽ, അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സംവിധാനമില്ല. തൊട്ടടുത്തൊരു കടയുണ്ടെങ്കിൽ 10 പൈസയ്ക്കെങ്കിലും ഈ പകർപ്പെടുക്കാമെന്ന് കരുതാമായിരുന്നു പഴയ നിരക്കനുസരിച്ച്. ഇപ്പോൾ നിരക്ക് കൂടിയിട്ടുണ്ടാവും. പക്ഷേ സ്വന്തം നിലയിൽ എത്തിച്ച് പകർപ്പെടുക്കാം എന്ന EDയുടെ ആവശ്യവും വിചാരണ കോടതി തള്ളുന്നത് എന്തുകൊണ്ടാണ്? രതീഷ്, ഇവിടെ രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന്, നേരത്തെ തന്നെ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതി കൈമാറിയിരുന്നു. പക്ഷെ അവർക്ക് ആ കുറ്റപത്രം മാത്രം കിട്ടിയാൽ പോരാ, അവർക്ക് ആ റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകളായ മൊഴിപ്പകർപ്പുകൾ കൂടി കിട്ടണം. അതായത് ആ മുഖ്യമന്ത്രിയുടെ മകൾ വീണയടക്കം നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ആ മൊഴിപ്പകർപ്പുകൾ കൂടി ED ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 54 പേപ്പർ ബുക്കുകളാണ്. അതായത് വലിയ വോളിയമാണ് ഈ മൊഴിപ്പകർപ്പുകൾ അടക്കമുള്ളത്. അത് ഉടനെയൊന്നും അതിൻ്റെ ഒരു പകർപ്പെടുത്ത് കോടതിക്ക് നൽകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുണ്ട്. അതായത് ദിവസങ്ങൾ എടുത്താൽ മാത്രമേ ഇതിൻ്റെ പകർപ്പെടുക്കാൻ കഴിയൂ. അതിനുള്ള സമയം ഇപ്പോൾ പെട്ടെന്നൊന്നും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് കോടതി മുന്നോട്ട് വെച്ച ന്യായവാദം. അപ്പോൾ അതിനൊരു എളുപ്പത്തിലാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എത്തിച്ച് അവരുടെ ഉദ്യോഗസ്ഥരെയും കൂടി എത്തിച്ച് അവർക്ക് ഒരു സഹായം നൽകാമെന്ന ആവശ്യവുമായി ഒരു പെറ്റീഷൻ അവർ ഫയൽ ചെയ്തത്. പഴയ കാലമാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കലൊക്കെ വളരെ നമുക്ക് ആ രേഖയാക്കലൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ ഓരോ പേജിന്റെയും ഫോട്ടോ എടുത്താൽ പോരെ? ഇപ്പോൾ ഇത്ര ബുക്കുണ്ടെങ്കിൽ ഇത്ര ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് ഇത്ര മണിക്കൂർ കൊണ്ട് തീർക്കാം എന്നൊക്കെയല്ലേ പ്രായോഗികമായ ബുദ്ധി? അതെന്താണ് ഈ കോടതി നടപടികളിൽ, കേസിന്റെ നടപടികളിൽ, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ അങ്ങനെയൊക്കെ പ്രായോഗിക തലത്തിൽ തീരുമാനമെടുക്കാതെ പോകുന്നു? അതൊക്കെ ഈ നിയമ സംവിധാനത്തിനകത്ത് വരുന്ന കാര്യങ്ങളല്ലാതെ പോകുന്നുണ്ടോ? രതീഷ്, നമുക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ വളരെ സൗകര്യപ്രദമായി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും കോടതിക്ക് അതിന്റെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ കഴിയാതെ പോകുന്നു എന്നതാണ് അതിന്റെ വസ്തുത എന്നത്. അവിടെ പുറത്തു നിന്നൊരു സംവിധാനം കൊണ്ടുവന്ന് ഇതിന്റെ പകർപ്പെടുക്കാൻ അനുവദിക്കുക എന്നൊക്കെ പറയുമ്പോൾ കോടതിക്ക് നിയമപ്രകാരം അത് അനുവദിക്കുന്നതിന് ചില സാങ്കേതികമായ തടസ്സങ്ങളാണുള്ളത്. അതിന് മറ്റൊരു വഴി കൂടി ED കോടതിക്ക് മുമ്പിൽ തേടിയിരുന്നു. അതായത് SFIOയുടെ സോഫ്റ്റ് കോപ്പി ഫയൽ ചെയ്യാൻ ആവശ്യപ്പെടുക, ആ സോഫ്റ്റ് കോപ്പി ഇവർ വാങ്ങുക. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ കോടതിക്ക് ഇപ്പോൾ SFIOയ്ക്ക് ഒരു നിർദ്ദേശം നൽകാൻ കഴിയില്ല. കാരണം ഹൈക്കോടതി ഈ കേസുകളിൽ CMRന്റെ ഹർജിയിൽ സ്റ്റാറ്റസ് കോ ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് എന്താണോ തൽസ്ഥിതി അത് തുടരേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശവും SFIOയ്ക്ക് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് വിചാരണ കോടതി ആ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇനി എന്തായാലും ഈ പകർപ്പ് കിട്ടണമെങ്കിൽ ഹൈക്കോടതിയിൽ CMRൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടി വരും. അതുവരെ എന്തായാലും മൊഴിപ്പകർപ്പ് കിട്ടാതെ EDക്ക് അതുമായി ഇപ്പൊ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മൊഴിപ്പകർപ്പ് വേണ്ടേ ബിനിൽ? മൊഴിപ്പകർപ്പുകളില്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പരിശോധിച്ചാൽ മാത്രമേ അവർക്ക് ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണയടക്കം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താ, മൊഴിയിൽ അവർ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരികയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. CMRൽ നേരത്തെ തന്നെ ED അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഹർജി ഫയൽ ചെയ്ത് അവിടെ ഒരു വിവരങ്ങൾ നൽകിയത് വളരെ സാങ്കേതികമായ ചില നൂലാമാലകൾ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ കുറ്റപത്രം നൽകിയതാണ്, ഫോട്ടോ കൊടുക്കാൻ സാങ്കേതികമായ സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ മൊഴി പകർപ്പുകൾ EDക്ക് വിചാരണ കോടതി കൈമാറാത്തത്.